കഴിഞ്ഞ ദിവസമാണ് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത്. ഈ പൗരത്വ നിയമ ഭേദഗതി വന്നതിനു ശേഷം വളരെയധികം പ്രതിഷേധങ്ങളാണ് കേരളത്തിലുടനീളം രാജ്യത്തുടനീളം ഈ നിയമത്തിനെതിരെ വരുന്നത്. നേരത്തെ തന്നെ LDF ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞതാണ്. എതിർക്കും, ഏത് തരത്തിലും എതിർക്കും. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് LDF എടുത്ത നിലപാട്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നിരിക്കുന്ന ഒരു സമയത്ത് BJP സർക്കാർ തിരക്കിട്ട് എന്തിന് ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു, പാർലമെന്റിൽ പാസാക്കി 4 വർഷത്തിന് ശേഷം ഇത്തരം ഒരു നിയമം കൊണ്ടുവരുന്നത് എന്തിനാണ്? കൃത്യമായ മറുപടി ജനങ്ങളിലുണ്ട്. ആ മറുപടി തന്നെയായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുക. അതുകൊണ്ട് തന്നെ ഈ ഉടനീളം പൗരത്വ ഭേദഗതി നിയമവും ഒരു സംസാര വിഷയമാവുകയാണ്. ഇതിനെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി LDFന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. ഇന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എളമരം കരീം MP നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു നൈറ്റ് മാർച്ച് ആരംഭിച്ചത്. നിരവധി പേരാണ് ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തത്. വിനിഷ, കോഴിക്കോടിന്റെ തന്നെ ഒരു പ്രതിഷേധമാവുന്ന രീതിയിലാണ് കോഴിക്കോട് എളമരം കരീം നയിക്കുന്ന കോഴിക്കോട് ലോക്സഭാ സ്ഥാനാർത്ഥി എളമരം കരീം നയിക്കുന്ന ഒരു മാർച്ച് കടന്നു വരുന്നത്, നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു വരുന്നത്. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ ബഹുജന പങ്കാളിത്തം കൊണ്ട് കോഴിക്കോടിന്റെ തന്നെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാകുന്ന രീതിയിലാണ് ഈ മാർച്ച് വരുന്നത്. ഇപ്പോൾ പുതിയ സ്റ്റാൻഡ് പരിസരത്താണ് ഈ മാർച്ച് എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പൗരത്വ നിയമഗതിയിൽ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് ജനപങ്കാളിത്തം കൊണ്ട് വലിയൊരു രീതിയിലുള്ള പ്രക്ഷോഭമാവുകയാണ്. കോഴിക്കോട് മലബാറിൽ തന്നെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിലായാലും മാർച്ച് നടന്നിരുന്നു. ഇപ്പോൾ പറയുന്നത് പൗരത്വ നിയമ ഭേദഗതി അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ജനലക്ഷങ്ങൾ, സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ഈ മാർച്ചിൽ അണിനിരന്നിരിക്കുന്നുണ്ട്. കിലോമീറ്ററോളം നടന്നുകൊണ്ടാണ് ജനങ്ങൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലായി പ്രതിഷേധം തെരഞ്ഞെടുപ്പ് ചൂടിലും ഈ ഇതിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് LDFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ബിനിഷ, ശരി. സിയാദ് ഷംസുദ്ദീനാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.